പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധനാകുന്നു. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ സകല പാപങ്ങളും അവർ പറയുന്ന എല്ലാ ദോഷങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ആരാണോ ദോഷണം സംസാരിക്കുന്നത് അവന് ഒരു നാളും മോചനമില്ല. അവൻ നിത്യദണ്ഡവിധിക്ക് അർഹനായിത്തീരുന്നു. അവനിൽ അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞു വന്നിരുന്നു. അനന്തരം അവൻ്റെ മാതാവും സഹോദരന്മാരും വന്ന് പുറത്ത് ഇരുന്നിരുന്നു. അയക്കപ്പെട്ടവർ അവനോട്, നിന്റെ മാതാവും സഹോദരന്മാരും ഇതാ പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായവരോട്, എനിക്ക് മാതാവാര്, എനിക്ക് സഹോദരന്മാരുമാര്? പിന്നെ തൻ്റെ അടുക്കലിരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, ഇതാ എൻ്റെ മാതാവ്, ഇതാ എൻ്റെ സഹോദരന്മാർ. എന്തെന്നാൽ ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാരോ അവനാകുന്നു എൻ്റെ സഹോദരനും സഹോദരിയും മാതാവും എന്ന് പറഞ്ഞു. എന്നോട് യോജിക്കാത്തവൻ എനിക്ക് വിരോധിയാകുന്നു. എൻ്റെ കൂട്ടത്തിൽ കൂടാത്തവൻ ചിതറിക്ക് പോകുകയും ചെയ്യും. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം വിശ്രമം അന്വേഷിച്ച് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നു. കണ്ടുകിട്ടാതിരിക്കുമ്പോൾ ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി ചെല്ലുമെന്ന് അത് പറയുകയും ചെയ്യുന്നു. അത് വരുമ്പോൾ അവിടം അടിച്ചുവാരി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുകയാൽ
തിരിച്ചുപോയി തന്നേക്കാൾ ദുഷ്ടതയുള്ള വേറെ 7 ആത്മാക്കളെ കൂടെ കൊണ്ടുപോരുന്നു. അവ പ്രവേശിച്ച് അവിടെ വസിക്കുകയും ആ മനുഷ്യന്റെ അവസാനം ആദ്യത്തേതിനേക്കാൾ നികൃഷ്ടമായി തീരുകയും ചെയ്യുന്നു. അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചസ്വരത്തിൽ, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അവൻ അവളോട്, ദൈവവചനം കേട്ട് അതിനെ ആചരിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ എന്ന് പറഞ്ഞു. ശൈനോവശ്ലോമോ ലക്കുൽക്കോ. സ്നേഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ ഭാഗ്യവതിയായ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാകുന്നു. ഈ പ്രാർത്ഥനയിൽ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് ഈ സമയത്ത് സമർപ്പിക്കാം. കാനാവിലെ കല്യാണ ഭവനം ദുഃഖത്തിൻ്റെയും നിരാശയുടെയും സാഹചര്യത്തിൽപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ പുത്രനോട് അപേക്ഷിച്ചു. പുത്രൻ പരിഹാര നിവൃത്തി വരുത്തി. സമാധാനവും സന്തോഷവും ആ ഭവനത്തിൽ ഉണ്ടായതായി തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥത നമ്മുടെ അനുദിന ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ശാന്തിയും എന്നും നിലനിൽക്കുവാൻ പുലരുവാൻ മുഖാന്തരമായി ഭവിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ വിനയപൂർവം സംബന്ധിക്കുക. ശുഭഹോല പോലെ പ്രോവൽ റോഹോ കാദീശോ. പാറയ്ക്കുമോർ കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്റെ കരുണാവാതിൽ നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ. എന്തുകൊണ്ടെന്നാ ഞങ്ങൾ ശരണം അങ്ങയിലാവുന്നു. ഞങ്ങൾ ലജിച്ചു പോകരുതേ. നീ മൂലം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ച് വീണ്ടും കൊള്ളപ്പെടുമാറാകണമേ. ക്രിസ്തീയ വർഗത്തിൻ്റെ രക്ഷനും വേഷതാവും വേണ്ട ഒരു പാരം നീ തന്നെയാകുന്നുവല്ലോ. അടിയങ്ങളുടെ പോയ കരുണയുണ്ടാകണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങയിലാകുന്നു ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ നേരെ അശേഷം കോപിക്കരുതേ. രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെ പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും ഓർക്കുകയും വരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താലും ഞങ്ങളെ എന്നാളും കാത്തോളുകയും ഞങ്ങൾ ശത്രുക്കൾ ഞങ്ങളെല്ലാവരെയും വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. തിരുനാമം തന്നെയാകുന്നുവല്ലോ ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ നിന്നെ പ്രസവിച്ച മാതാവാകുന്ന വിശുദ്ധ കന്യമറിയാമിൻ്റെ പ്രാർത്ഥനയാൽ അവൾക്ക് തിരുസന്നിധാനത്തിൽ ധൈര്യമോഹകാന്തി ഉള്ളതുകൊണ്ട് ഉത്തമനായുള്ളവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പിതാവിൻ്റെ നിയോഗപ്രകാരം ആകാശം ചായിച്ചിറങ്ങി വന്ന പിതാവിൻ്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, പരിശുദ്ധാത്മാ ഭരിതനായി ഹസ്കിയേൽ ദീർഘദർശി അത്യുന്നതന്റെ വാഹനമായി ആരെ ദർശിച്ചുവോ ആ ജഡികാരഥമായ മാതാവേ, മനുഷ്യ
മനുഷ്യകരങ്ങൾ കൊണ്ട് വെട്ടിയെടുക്കപ്പെടാനാവാത്ത ശിലയെന്ന ദീർഘദർശി ആരെ പറ്റി പ്രസ്താവിച്ചു? ആ പുരുഷ സ്പർശനമേൽക്കാതെ അത്ഭുതകരമായി ദൈവപുത്രനെ പ്രസവിച്ച ഭാഗ്യവതിയായ മാതാവേ, സ്വർഗത്തിന്റെ വാതിലും യാക്കോബിന്റെ കൂടാരവും ദാവീദിന്റെ ഗോപുരവും ജ്ഞാനത്തിന്റെ സിംഹാസനവുമായി അറിയപ്പെടുന്ന മഹാപതിവ്രതയായ മാതാവേ, ജീവന്റെയും രക്ഷയുടെയും സുവിശേഷ നദി പുറപ്പെട്ട മഹനീയ പർവ്വതവും ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രസ്വരം പുറപ്പെടുവിച്ച സ്വർഗീയ മഹാരാജാവിന്റെ മോഹിനീയ വീണ തന്തുമായ വിസ്മയിക്കത്തക്ക മാതാവേ, ആനന്ദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിസ്തുല സൗരഭ്യം വീശുന്ന ഔഷധമായ വാടാത്ത പനിനീർ പുഷ്പമായ മാതാവേ, രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേതസ്ഥലവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയറാണിയും ആശ്രയവുമായ മാതാവേ, യേശുവായുടെ സന്നിധിയിൽ സ്നേഹത്തോടെ കടന്നു ചെന്ന് അവളെയും അവളുടെ ഉദരഫലത്തെയും പരിചരിച്ച് അനുഗ്രഹിച്ച സന്തോഷ കാരണമായ മാതാവേ, വാഴ്ത്തപ്പെട്ട മഹാപുരോഹിതന്റെ മഹാശുദ്ധ സ്ഥലവും സംയോജിപ്പിന്റെ ധൂപകലശവും പരിശുദ്ധ സഭയുടെ കിരീടവും സത്യവിശ്വാസികളുടെ പ്രകാശവുമായ മാതാവേ, ഞെരുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസവും വീണ് പോയവരുടെ എഴുന്നേൽപ്പും മരിച്ചു പോയവരുടെയും ജീവനുള്ളവരുടെയും ശരണവും പ്രത്യാശയുമായ മാതാവേ, ശിശുക്കളുടെ സംരക്ഷകയും യുവാക്കന്മാരുടെ നല്ല പ്രത്യാശയും വൃദ്ധജനങ്ങളുടെ ആലംബവും വിധവകളുടെ ശരണവും അനാഥരുടെ അഭയകേന്ദ്രവുമായ മാതാവേ, പീഡിതരുടെ സംരക്ഷകയും ക്ലേശിതരുടെ ആശ്വാസവും ദരിദ്രരുടെ ശ്രീഭണ്ഡാരവും ദൂരസ്ഥരുടെ മാർഗദീപവും സമീപസ്ഥരുടെ സങ്കേതസ്ഥാനവുമായ മാതാവേ, സ്വർഗരാജ്യത്തിലെ അനന്തകോടി സൈന്യങ്ങൾ സദാ ഇപ്പോഴും പ്രകീർത്തിക്കുന്നവൻ താനായിരിക്കെ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ വായകളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഗാനങ്ങളെയും കൈക്കൊണ്ടവനും സകലാചരാചരങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയുമായ മഹാരാജാവ് താനായിരിക്കെ ഭൂപതിമാരിൽ നിന്ന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട ഉണ്മയനായവനും ക്രൂബന്മാർ അത്യുന്നതങ്ങളിൽ ആഘോഷിച്ചിരിക്കെ യൗസേപ്പിന്റെയും മറിയാമിന്റെയും കൈകളാൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാര് സ്വർഗത്തിൽ നിന്ന് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് പോറ്റിയവനായിരിക്കെ ഭൗമിക കന്യകയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനും വിസ്മയനീയ മഹാധനങ്ങളുടെ സർവാധിപതിയായിരിക്കെ ദരിദ്രയായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും
ആകാശത്തിന്റെ അനന്തതയിൽ സ്വന്തം മഹിമാസനം സ്ഥിതി ചെയ്യവേ പാവപ്പെട്ട മറിയാമിന്റെ കൈകളാൽ വൈക്കോൽ വിരിച്ച പുൽത്തൊട്ടിയിൽ കിടന്നവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായ ദൈവമായിരിക്കെ മറിയാമിന്റെ മാറിടത്തിൽ ഒരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങിക്കിടന്ന് ഉറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വ വ്യാപാരം തെളിയിക്കുന്നവനും സകല വാനഗോളങ്ങളെയും തന്റെ പാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വൻമഴയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനുമായ മശിഹാ തമ്പുരാനേ, നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്നേറ്റ് ചൊല്ലാം. സമാധാനം. ഭാഗ്യവതിയായ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വിലയേറിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട നിങ്ങളെല്ലാവരെയും കാരുണ്യവാനായ മശിഹാ തമ്പുരാൻ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് തന്റെ അദൃശ്യമേറിയ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി ഇനിയും വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടുവാൻ പാടില്ലാത്ത അവിടുത്തെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ പരിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും നിത്യദൈവമായുള്ളവേ
തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും ഇതിനെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇതിൽ സംബന്ധിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അങ്ങയുടെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്നതായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാര നടപടികൾക്കോ കാരണമായി തീരാതെ എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിർമ്മലമാതാ കന്യകമറിയം എൻ മാതാവേ, നിൻ സുതൻ സവിധേയടിയാർക്കായി പ്രാർത്ഥിക്കണമേ. രോഗം വ്യാധി വസന്തകൾ കെടുതികൾ കോപവടികൾ നീങ്ങിടുവാനായി എൻ മാതാവേ യാചിക്കണമേ. ഹാലേ ഹാലേലുയ്യ. എൻ ദേവേശ, എൻ ദേവേശ, നീയൊരുവൻ താൻ. മരണവിഹീനൻ സ്ഫടികരഹസ്ത പാരമോന്നതനേ, യോമസുമലമേൽ ദാവീദുരാജൻ തന്യാഗം പോൽ കൈക്കൊള്ളണമേ യേശു ക്രിസ്ത ഈ കുർബാന. ഹാലേ ഹാലേലുയ്യ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന
ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും യാത്രാഭക്ഷണങ്ങളോടും കൂടെ ശുദ്ധമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നതായി ഈ സമയത്ത് സമാധാനപൂർവ്വം പോകുവിൻ. ദൂരസ്ഥരോടുകൂടി സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോയവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റുഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കൾക്ക് നിത്യതീൻ കൂടാരങ്ങളിൽ വിശ്രമവും ആശ്വാസവും നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണയും കൃപയും പ്രാപിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനപൂർവം പോകുവിൻ. നാൾതോറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുകയും ചെയ്യുവേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഈ അനുഗ്രഹീത ആഗോള തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വികാരി എത്രയും വന്യ കിട്ടിയിടത്ത് കുര്യാക്കോസ് കോറപ്പിസ്കോപ്പാച്ചൻ, പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതലയിലായിരിക്കുന്ന വന്യ കിഴക്കേടത്ത് കുര്യാക്കോസ് കോറപ്പിസ്കോപ്പാച്ചൻ, വന്യരായ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ശമാശന്മാരെ, കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിലേക്ക് പ്രാർത്ഥനാപൂർവം സഭാമക്കൾ ഒരുങ്ങുകയാണ്. 8 നോമ്പിലേക്ക് പ്രവേശിച്ചിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഈ അനുഗ്രഹീത കത്തീഡ്രൽ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ആരാധനയെ തുടർന്ന് ഭക്തി നിർഭരമായിരിക്കുന്ന റാസ ദേശം ചുറ്റിയുള്ളതായ പ്രദക്ഷിണം നടത്തുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പുകൾപെറ്റ ഈ അനുഗ്രഹീത ഇടവക നാനാജാതി മതസ്ഥർക്ക് ആശ്രയമായി അഭയകേന്ദ്രമായിട്ട് നിലകൊള്ളുകയാണ്. ലോകരക്ഷകനായ മശിഹാ തമ്പുരാനെ നമുക്കായി സമ്മാനിക്കുവാൻ ദൈവത്തോട് ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ്. അതുകൊണ്ടാണ് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവ് ഇപ്രകാരം പറയുന്നത്: ഹവ്വ അവിശ്വാസം മൂലം തിന്മ ചെയ്തുവെങ്കിൽ മറിയാം വിശ്വാസം വഴി നന്മ പ്രവർത്തിച്ചു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതവും സമർപ്പണവുമെല്ലാം ദൈവപുത്രന് ഈ ലോകത്തിലേക്ക് ജഡധാരണം ചെയ്യുവാനായി മുഖാന്തരമായി ഭവിച്ചു. വിശുദ്ധനായ ജെറോം എന്നു പേരുള്ള സഭാപിതാവ് ദൈവമാതാവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: ഹവ്വ നമ്മെ പറുദീസായിൽ നിന്നും അകറ്റിയെങ്കിൽ മറിയാം നമ്മെ സ്വർഗീയ പറുദീസായിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. ഈ ലോകരക്ഷകൻ പിറന്നതും
വളർന്നതും എല്ലാം തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിലാണ് എന്നുള്ളത് നമുക്ക് അറിവുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, തിങ്കളാഴ്ച നമസ്കാരത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനാ ഭാഗമുണ്ട്. ഞാൻ ബേത്ലഹേമിലൂടെ കടന്നു പോകുമ്പോൾ ഗുഹയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. മറിയാം തൻ്റെ കുഞ്ഞിനു വേണ്ടി പാട്ടുപാടുകയായിരുന്നു. അവൾ ഇപ്രകാരം ഉച്ചത്തിൽ പാടി, എൻ്റെ മകനെ, ഞാൻ എത്ര ഭാഗ്യവതിയാണ്. നിന്റെ അമ്മയാകുവാൻ എനിക്ക് സാധിച്ചുവല്ലോ. നിന്നെ പാലൂട്ടുവാൻ സാധിച്ചതിനാൽ എൻ്റെ മകനെ, എനിക്ക് ഭാഗ്യം. നീ എന്നെ തെരഞ്ഞെടുത്തതിനാൽ ഞാൻ നിന്റേതായി തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തെരഞ്ഞെടുത്ത അമ്മ നമ്മുടെ അമ്മയാണ്. ദൈവം ബഹുമാനിച്ച അമ്മ നമ്മുടെ അമ്മയാണ്. അതുകൊണ്ടാണ് 14 വയസ്സ് പ്രായമുണ്ടായിരുന്ന ബാലികയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ജഡധാരണം ചെയ്യുന്നതായ ആ നിമിഷം മുതൽ പരിശുദ്ധ ദൈവമാതാവ് ലോകത്തിൻ്റെ അമ്മയായി മാറപ്പെട്ടത്. അവിടെ നിന്നും, അതായത് നസ്രയത്തിൽ നിന്നും 80 മൈലോളം ദൂരം യാത്ര ചെയ്ത് യഹൂദിയ മലനാട്ടിൽ എൻഖരീം എന്ന് പറയുന്ന സ്ഥലത്ത് അവളുടെ കുഞ്ഞമ്മയായ എലിശബയെ കാണുവാൻ ചെന്നപ്പോൾ എലിശബ അവളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്രകാരമാണ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുദമ്പുരാൻ അവളെ തെരഞ്ഞെടുത്തു, അവളിൽ ഇറങ്ങി വസിച്ചു, അവളിൽ നിന്ന് ജഡധാരണം ചെയ്തു. തൻ്റെ ബാല്യകാലവും തൻ്റെ യുവത്വത്തിൻ്റെ ആദ്യ നാളുകളിലുമെല്ലാം പരിശുദ്ധ ദൈവമാതാവിനോട് ഒപ്പമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ, പുത്രൻ തമ്പുരാൻ വേദനയാൽ പുളയുമ്പോൾ പോലും അമ്മയെ നോക്കിക്കൊണ്ട് തൻ്റെ അടുക്കൽ നിൽക്കുന്ന, അന്ത്യത്താഴ സമയത്ത് തൻ്റെ മാറിൽ ചാരിക്കിടന്ന സ്നേഹം രുചിച്ചറിഞ്ഞ യോഹന്നാൻ ശ്ലീഹായോട് ഇപ്രകാരം അരുളി ചെയ്തത്, ശിഷ്യ, ഇതാ നിന്റെ അമ്മ എന്ന്. പ്രിയപ്പെട്ടവരെ, സ്നേഹനിധിയായ ഒരമ്മയാണ് പരിശുദ്ധ കന്യകമറിയാം. അമ്മ ആരുടെയും മുമ്പിൽ ഒരിക്കൽ പോലും തൻ്റെ വാതിൽ അടയ്ക്കുന്നില്ല. സ്നേഹനിധിയായ അമ്മയോട് നിഷ്കളങ്കമായിരിക്കുന്ന സ്നേഹം പുലർത്തുവാൻ നമുക്കേവർക്കും സാധ്യമായി തീരണം. അമ്മ നമ്മെ ഓർത്ത് അഭിമാനിക്കണം. പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ വസിച്ചവനായ യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോഴാണ് അമ്മ നമ്മെക്കുറിച്ച് അഭിമാനിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മളിപ്രകാരം പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട്, ഹാ നിൻ ഭാഗ്യം ദാവീദിൻ മകൾ മറിയാമേ, ദൈവം നിന്നിൽ നിന്നു ശരീരം പൂണ്ടി താതാമ്യരെ അടിമയൊഴിച്ചെല്ലാം വീണ്ടും. പരിശുദ്ധ ദൈവമാതാവ് ദൈവപുത്രന് തൻ്റെ ഉദരത്തിൽ വസിക്കുവാനായിട്ട് ആ വലിയ ഭാഗ്യത്തിന് പാത്രീഭവിച്ചത് കൊണ്ടാണ് അവൾ ഇന്ന് ലോകത്തിൻ്റെ അമ്മ എന്നുള്ള ആ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് ഈ പള്ളിയിൽ, ഈ ആരാധനയിൽ, ദൂരെയാണെങ്കിലും ചാരത്താണെങ്കിലും ഒരുമിച്ച് ആയിരിക്കുന്ന ദൈവമക്കളുടെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും അറിയുന്നവളാണ് പരിശുദ്ധ അമ്മ. കാരണം അമ്മയുടെ ജീവിതത്തിൽ ഈ നൊമ്പരങ്ങളും വേദനകളും എല്ലാം അവൾ അനുഭവിച്ചിട്ടുള്ളതാണ്. മക്കളില്ലാത്തവരുടെ ദുഃഖം എന്തെന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ട്. കാരണം അവളുടെ ചാർച്ചക്കാരിയായ എലിശബ വാർദ്ധക്യത്തിലായിരുന്നു. അനേകർ അവളെ മച്ചി എന്ന് വിളിച്ച് പരിഹസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ അവളുടെ കുഞ്ഞുമ്മ കടന്നു പോകുന്നത് പരിശുദ്ധ കന്യകമറിയാം അവളുടെ ബാല്യനാളുകളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മക്കളില്ലാത്തവരുടെ വേദന എന്തെന്ന് പരിശുദ്ധ കന്യകമറിയാമിനറിയാം. അമ്മയുടെ സന്നിധിയിൽ
അപേക്ഷിക്കുമ്പോൾ അതിന് പരിഹാര നിവൃത്തിയുണ്ടാകുകയാണ്. പ്രിയപ്പെട്ടവരെ, അനാഥരുടെ പ്രയാസം എന്തെന്ന് പരിശുദ്ധ കന്യകമറിയാമിന് അറിയാം. കാരണം അവൾ 3 വയസ്സ് മുതൽ 14 വയസ്സ് വരെയും ദേവാലയത്തിൽ തൻ്റെ മാതാപിതാക്കളോടൊപ്പമല്ല വളർന്നത്, ദേവാലയ അന്തരീക്ഷത്തിലാണ് അവൾ വളർന്നത്. ആ ജീവിത സാഹചര്യത്തിൽ അവൾക്കറിയാം അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാവുന്നതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്ര വലുതാണ് എന്ന്. അതുകൊണ്ട് അനാഥത്വത്തിൻ്റെ അനുഭവത്തിൽ കഴിയുന്നവർ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സന്നിധിയിൽ വന്ന് അപേക്ഷിക്കുന്നുവെങ്കിൽ അനാഥരായി ഒരിക്കലും അവർക്ക് മടങ്ങിപ്പോകേണ്ടതായ ജീവിത സാഹചര്യം ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു വിധവയുടെ വേദന പരിശുദ്ധ കന്യകമറിയാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, യേശുതമ്പുരാനെയും കൂട്ടിക്കൊണ്ട് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ മറിയാമും വളർത്തുപിതാവായ യോസേപ്പും ദേവാലയത്തിൽ പോയി ന്യായപ്രമാണത്തിന്റെ പുത്രൻ എന്നുള്ളതായ വലിയ സ്ഥാനം അലങ്കരിക്കുവാൻ, അപ്രകാരമുള്ള ആ ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ വേണ്ടിയിട്ടായിരുന്നു വഴിപാട് വസ്തുക്കളുമായിട്ട് അവർ ദേവാലയത്തിൽ പോയത്. അവിടെ അവൻ ചെന്നു, വഴിപാടുകളൊക്കെ സമർപ്പിച്ചു, മടങ്ങിപ്പോന്നു. ആ സംഭവം നമുക്കറിയാം. യേശുതമ്പുരാൻ ദേവാലയത്തിൽ തന്നെ ആയിരുന്നു. അവർ 2 വഴി ദൂരം മടങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോഴാണ് യേശു കൂടെയില്ല എന്നുള്ളതായ കാര്യം അവർ അറിഞ്ഞത്. അവർ മടങ്ങിപ്പോയി. ദേവാലയത്തിലായിരിക്കുന്ന പുത്രൻ തമ്പുരാനെ അവർ കണ്ടു. അതിനുശേഷം യൗസേപ്പിനെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നില്ല. പിതാക്കന്മാരെ പഠിപ്പിക്കുന്നു, സഭ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, യൗസേപ്പ് വൃദ്ധനായതുകൊണ്ട് തുടർന്ന് അധിക നാൾ അദ്ദേഹം അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു വിധവയുടെ വേദന എന്തെന്ന് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ രുചിച്ചറിഞ്ഞവളാണ്, മനസ്സിലാക്കിയവളാണ് പരിശുദ്ധ കന്യകമറിയാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അനേകർ ഇന്ന് ഈ ദേവാലയത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഈ ശബ്ദപരിധിയിലായിരിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിച്ചാൽ, നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ, ആ വേദന എന്തെന്നറിയുന്നവളായ പരിശുദ്ധ അമ്മ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. 33 വയസ്സ് പ്രായമുള്ള തൻ്റെ മകൻ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആ അമ്മ തേങ്ങുന്ന ഹൃദയത്തോടുകൂടി ആ കുരിശിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ മറ്റേതൊരമ്മയ്ക്കാണ് ഇതേപോലെ ഒരു ദുഃഖാന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുള്ളത്? ആ കുരിശിൻ്റെ ചുവട്ടിൽ നൃഗം തല മുതൽ കാലിൻ്റെ പെരുവിരൽ വരെയും രക്തം കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നവനായ പുത്രന്റെ മുമ്പിൽ വേദനയോടുകൂടി ആ മാതൃഹൃദയം നിൽക്കുന്നതായ കാഴ്ച കരളലിയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അല്പം പോലും നിരാശയോ അല്പം പോലും മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്തുന്നതായ അനുഭവങ്ങളോ ഒന്നും ഉണ്ടായില്ല. കാരണം അവൾ ദൈവസന്നിധിയിൽ ഇപ്രകാരം അത്യുച്ചത്തിൽ ഏറ്റുപറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തീരുമാനത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടതുകൊണ്ട് ഇത്രയും വലിയ ഒരു വേദനാജനകമായ സാഹചര്യത്തിലൂടെ അമ്മ കടന്നു പോകേണ്ടതായി വന്നിട്ടും അമ്മയുടെ ജീവിതത്തിൽ നിരാശ വന്നില്ല. ഇന്ന് ഈ ലോകത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ കാർന്നു തിന്നുന്നത് നിരാശയാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്നത് സംഭവിക്കുമ്പോൾ, പെട്ടെന്ന് ഒരു കുടുംബത്തിലേക്കൊരു മരണം വരുമ്പോൾ, പെട്ടെന്ന് ഒരു കുടുംബത്തിനൊരു തകർച്ച വരുമ്പോൾ, വ്യക്തിപരമായ ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ, കുടുംബ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യൻ നിരാശയിലേക്ക് വഴുതി പോകുകയാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ഏത് പ്രതിസന്ധിയുടെ നാളുകളിലും ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമായി തീരണം. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതം പ്രത്യാശാ നിർഭരമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട ഒരു ജീവിതമാണ്. അവിടെ തളരരുത്, അവിടെ പതറിപ്പോകരുത്. അവിടെ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പരിശുദ്ധ ദൈവമാതാവിനെ പോലെ
സുസ്ഥിരമായിരിക്കുന്ന ഹൃദയത്തോടുകൂടി, ചഞ്ചലപ്പെടാത്ത മനസ്സോടുകൂടി, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ, ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തോടുകൂടെ നമുക്ക് നമ്മുടെ നാളുകളെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധ്യമായി തീരണം. ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ പെരുന്നാൾ 8 ദിവസത്തെ നോമ്പാചരണം നമ്മുടെ ജീവിതത്തിൽ നാം പോലും അറിയാതെ വരുത്തുന്നതായ ഒരു വലിയ മാറ്റം എത്ര വലുതാണ്. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറപടിയായി നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ആകയാൽ ഈ പെരുന്നാളും ഈ കൂടിവരവും ഈ നോമ്പാചരണവും ഈ സമർപ്പണവും എല്ലാം അനുഗ്രഹം കൂടുതലായി നിലകൊള്ളുവാൻ നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൽ ഇന്നേ ദിവസം വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയിൽ കാർമ്മികത്വം വഹിക്കുവാൻ സാധിച്ചതിലുള്ളതായ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മണർകാട് മർത്തമറിയം കത്തീഡ്രൽ ദേവാലയം ഞാൻ ഓർമ്മിപ്പിച്ചു, ഇത് നാനാജാതി മതസ്ഥരുടെ ഒരു അഭയകേന്ദ്രമാണ്. ഇവിടെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നിരാശയോടെ പോകേണ്ടതായ ജീവിത സാഹചര്യം ഒരിക്കൽ പോലും ആർക്കും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള സാക്ഷ്യമാണ് അനേകർ ഇന്ന് ഈ ദേവാലയത്തിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളായി, അഭയയാചനകളായി കണ്ണുനീരോടെ അവർ കടന്നു വരികയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 14-ാം തീയതി സന്ധ്യയ്ക്കാണ് ഈ ദേവാലയം പുനർനവീകരിച്ച് പഴമയൊക്കെ നിലനിർത്തിക്കൊണ്ട് മനോഹാരിത വർദ്ധിപ്പിച്ച് ദൈവസന്നിധിയിൽ തിരുമുൽക്കാഴ്ചയായി സമർപ്പിച്ചത്. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, അന്നേ ദിവസം ഒരു പുതിയ കാർപ്പറ്റായിരുന്നു ഈ ദേവാലയത്തിൽ ഇട്ടിരുന്നത് എങ്കിൽ ഇന്ന് ആ കാർപ്പറ്റെല്ലാം കണ്ണുനീരിനാൽ കുതിർന്നിരിക്കുന്ന കാർപ്പറ്റായി തീർന്നിരിക്കുക. കാരണം മുട്ടിന്മേൽ നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകരാണ് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ആ ദിവസം മുതൽ ഇന്ന് വരെയും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭയയാചനകൾക്ക് സ്വർഗം മറുപടി തരട്ടെ. നിങ്ങളുടെ കണ്ണുനീരോടെ ഉള്ള സമർപ്പണത്തിന്, പ്രാർത്ഥനകൾക്ക് സ്വർഗം മറുപടി തരട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇടവകയെ നന്ദിയോടെ ഓർക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക ശുശ്രൂഷകളിലും എല്ലാം ഏറ്റവും ഉന്നതമായ നിലവാരം നിലനിർത്തിക്കൊണ്ട് അനേകർക്ക് ആശാകേന്ദ്രമായി ഈ ഇടവക നിലകൊള്ളുന്നു. നേതൃത്വം കൊടുക്കുന്ന ഇട്ടിയുടെ തച്ചൻ അല്പം ക്ഷീണിതനാണ്. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അന്യ കോർപ്പിസ്കോപ്പാച്ചന്മാര്, പ്രിയപ്പെട്ട കിഴക്കേടത്തച്ഛനും കറുകയിലച്ഛനും മറ്റത്തിലച്ഛൻ, കാലായിലച്ഛൻ തുടങ്ങിയുള്ള എല്ലാ വൈദികരും രാവും പകലും ഈ പള്ളിയിൽ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ ഓരോരോ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു. എല്ലാവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിൽക്കുമ്പോൾ അന്യ ചെരവത്തറി അച്ഛൻ്റെ അസാന്നിധ്യം വളരെയധികം ശൂന്യത ഉണ്ടാക്കുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ ദിവസം കണ്ട് സ്വർഗത്തിൽ സന്തോഷിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഈ പള്ളിയുടെ കൈക്കാരന്മാരെ ഓർക്കുന്നു, ട്രസ്റ്റിമാർ, മാനേജിംഗ് കമ്മിറ്റി, പെരുന്നാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സമിതികൾ, കമ്മിറ്റികൾ, എല്ലാവരെയും, ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ, സേവാസംഘം തുടങ്ങിയ പ്രസ്ഥാനങ്ങളെല്ലാം ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ രാവും പകലും കണ്ണിന് വിശ്രമം കൊടുക്കാതെ, കൈകാലുകൾക്ക് വിശ്രമം കൊടുക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ കൂടിക്കണ്ടതിലുള്ള സന്തോഷം അറിയിച്ച് സഭ വലിയൊരു പ്രതിസന്ധിയുടെ മുഖത്ത് നിൽക്കുകയാണ്. ഈ മാസം സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതായ ഒരു മാസമായി തന്നെ നമ്മൾ കാണണം. കോടതി വിധികൾ, മറ്റ് നിയമപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഓർമ്മിപ്പിച്ചു. അല്ലാതെ ഇവിടെ നിന്ന് സഭാകാര്യം പറയുകയില്ല. പ്രാർത്ഥിക്കുക. ഈ സഭയിൽ സമാധാനമുണ്ടാകുവാൻ, ഈ സഭ ശാന്തിയുടെ തീരത്ത് എന്നുമെന്നും നിലകൊള്ളുവാൻ ദൈവം ഇടയാക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥത അതിന് മുഖാന്തരമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.